ബഹുമാനായ നമ്മുടെ പാലക്കാട് ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ കെമ്മാർ രാധാകൃഷ്ണനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ മറ്റൊരു വിശിഷ്ട അതിഥി KR പ്രസാദനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെമ്മാർ രാധാകൃഷ്ണന്റെ പ്രിയപത്നി ശ്രീ ജിജ ചേച്ചിയെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ KR പ്രസാദന്റെ പ്രിയപത്നി സ്വപ്ന ചേച്ചിയെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകർ, യഥാർത്ഥത്തിൽ KR രാധാകൃഷ്ണൻ ഇങ്ങനെയൊരു വേദിയിലായിരുന്നു റിട്ടയർ ആകേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. KR രാധാകൃഷ്ണൻ റെയിൽവേ നൽകുന്ന എല്ലാ പ്രൊമോഷനുകളും ഏറ്റുവാങ്ങി KLRCയുടെ കേന്ദ്ര സമിതിയിൽ, അതായത് സെൻട്രൽ കമ്മിറ്റിയിൽ ഒരു വലിയ ഭാരവാഹിയായിട്ട് റിട്ടയർ ആകേണ്ട ആളാണ്. അതിനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പങ്കെടുത്തത്രയും അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള പല അഖിലേന്ത്യാ നേതാക്കളും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം എടുത്തത്രയും ലീവ് ഇപ്പോൾ നിലവിലുള്ള അഖിലേന്ത്യാ നേതാക്കളാരും സംഘടനയ്ക്ക് വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഈ വേദി കുറേ കൂടി സമ്പന്നമാകേണ്ടതായിരുന്നു, കുറേ കൂടി ശ്രദ്ധാർഹമാകേണ്ടതായിരുന്നു, കുറേ കൂടി അർഹതപ്പെട്ട അംഗീകാരങ്ങളും സംഘടനയ്ക്ക് വേണ്ടി തൻ്റെ സർവീസ് കാലം മുഴുവൻ സംഘടനയുടെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള നല്ല കഴിവുകളെന്ന് പറയുന്നത് പല രീതിയിലുള്ള കഴിവുകൾ. അത് സംസാരിക്കാനുള്ള കഴിവാകാം, മുദ്രാവാക്യം വിളിക്കാനുള്ള കഴിവാകാം, പാട്ട് പാടാനുള്ള കഴിവാകാം, പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവാകാം, പരിപാടികളെ അനലൈസ് ചെയ്യാനുള്ള കഴിവാകാം, പരിപാടികൾ ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്ന് വിലയിരുത്താനുള്ള കഴിവാകാം. ഈ കഴിവുകളെല്ലാം കണ്ടിട്ടുള്ള എൻ്റെ സംഘടനാ ജീവിതത്തിൽ, എൻ്റെ റെയിൽവേ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് KR രാധാകൃഷ്ണൻ. ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു സമര സംഘടനയായിട്ടാണ് LRC വിശേഷിപ്പിക്കുന്നത്. അല്ലാണ്ട് തൊഴിലാളി സംഘടനയെന്നോ തൊഴിൽ സംഘടനയൊന്നും റെയിൽവേ ഭരണകൂടം ഒരിക്കലും ഓൾ ഇന്ത്യ ലോക്കോ റെയിൽവേ സ്റ്റാഫ് അസോസിയേഷൻ കണ്ടിട്ടില്ല. അതൊരു സമര സംഘടനയാണ്. അവർക്ക് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കുവാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരു സംഘടനയായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാം. അതിൻ്റെ ഒരു ഘടകം റെപ്രസെൻറ്റേഷനുകൾ ഓഫീസർമാരുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതിന് നമ്മുടെ സംഘടന മിടുക്കുള്ള കഴിവുള്ള സംഘടന തന്നെയാണ്. കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്കുള്ള അഭിപ്രായങ്ങൾ, സംഘടനയുടെ അഭിപ്രായങ്ങൾ, ഓരോ കാര്യങ്ങളിലുള്ള സംഘടനയുടെ അഭിപ്രായങ്ങൾ കൃത്യമായ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ ഓഫീസർമാരുടെ മുമ്പിൽ എത്തിക്കുകയും അതുമായി ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ ഓഫീസർമാർ പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത് നമ്മുടെ പ്രതിഷേധ പരിപാടികൾ, അത് പ്ലാറ്റ്ഫോമിലാകാം, റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുമ്പിലാകാം, തെരുവുകളിലാകാം. അവിടെ പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കാൻ പറ്റുന്നത് ഇതിനോട് ആഭിമുഖ്യമുള്ള കുറച്ച് പേർ മാത്രമാണ്. അവരത് കേൾക്കും, അവരത് മറക്കും, അവർ പോകും. പ്രസംഗങ്ങളെന്ന് പറയുന്നത് വായ്ത്താലികൾ മാത്രമാണ്. അത് കുറച്ച് നിമിഷത്തേക്ക് ആരുടെയെങ്കിലും മനസ്സിൽ വരുന്നാലായി നിന്നില്ലെങ്കിൽ നിങ്ങൾ ആരും ഓർക്കണമെന്ന് പോലുമില്ല. പക്ഷേ മറ്റൊരു ശക്തമായ ആയുധം സംഘടനയ്ക്കും ഓഫീസർമാർ ഭയക്കുന്നവരായി. ആ ആയുധം എന്ന് പറയുന്നത് പോസ്റ്ററുകളാണ്. പോസ്റ്ററുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ, തെരുവുകളിൽ, ക്രൂ ബുക്കിംഗ് ഓഫീസുകളിൽ മുൻപിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അധികാരികൾ അതിനെ അതിശക്തമായി ഭയക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തൊഴിലാളികൾ വേട്ടയാടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള
പോസ്റ്ററുകൾ എന്ന് പറയുന്ന ആയുധം അതൊരു സമരായുധമാണെന്ന് തെളിയിച്ച വ്യക്തികളിൽ ഒരാളാണ് എം.ആർ. രാധാകൃഷ്ണൻ. തൻ്റെ കല, തൻ്റെ കഴിവ്, ആ വാചകങ്ങൾ എഴുതുവാനായിട്ട് അദ്ദേഹം ആരുടെയും സഹായങ്ങൾ ചോദിക്കാറില്ല. സ്വന്തമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഏത് രീതിയിൽ, ഏത് വാക്കുകളിൽ അവതരിപ്പിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസ്റ്ററുകൾ എഴുതി റൂം ബുക്കിംഗ് ഓഫീസിന്റെ മുമ്പിലും ഡിവിഷൻ ഓഫീസിന്റെ മുമ്പിലും റെയിൽവേ സ്റ്റേഷനുകൾക്ക് മുമ്പിലുമുള്ള ശക്തമായ സമരായുധമായിട്ട് പോസ്റ്ററുകളെ മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവെന്ന് പറയുന്നത് എം.ആർ. രാധാകൃഷ്ണനാണ്. എം.ആർ. രാധാകൃഷ്ണൻ എഴുതുന്ന പോസ്റ്ററുകൾ വായിക്കുമ്പോൾ അത് തൊഴിലാളികൾ മാത്രമല്ല വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓഫീസർമാർ പോസ്റ്ററുകളെ വായിക്കുന്നത്? പോസ്റ്ററുകൾ വായിക്കുന്നത് റെയിൽവേ തൊഴിലാളികൾ മാത്രമല്ല, പോസ്റ്ററുകൾ വായിക്കുന്നത് സർവ്വജനങ്ങളും വായിക്കുന്നുണ്ട്. ട്രെയിനുകളിലൂടെ യാത്ര ചെയ്യുന്ന ഓഫീസർമാരും വായിക്കുന്നുണ്ട്, യാത്രക്കാരും വായിക്കുന്നുണ്ട്, പൊതുജനങ്ങളും വായിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഓഫീസറെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാചകം അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവരതിനെതിരെ ശക്തമായ നടപടികളുണ്ട്. അങ്ങനെ പോസ്റ്ററുകൾക്കെതിരെ, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ ഓഫീസർമാരെടുത്തപ്പോൾ ആ ആയുധം ഏറ്റവും ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് എം.ആർ. രാധാകൃഷ്ണൻ. അതൊരു ശക്തമായ ആയുധമാണ്. വാക്കുകളേക്കാൾ, വരികളേക്കാൾ, മറ്റെന്തിനേക്കാളും ശക്തമായ ആയുധമാക്കി മാറ്റിയതിൽ എം.ആർ. രാധാകൃഷ്ണന്റെ പോസ്റ്ററുകൾക്ക് പ്രസക്തിയുണ്ട്. പോസ്റ്ററുകൾ ഒട്ടിച്ചതിന്റെ പേരിൽ എനിക്ക് ചാർജ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. എച്ച് റഹീം, പഴയ മംഗലാപുരം ബ്രാഞ്ച് സെക്രട്ടറി, എച്ച് റഹീമിനോട് ഓഫീസർ പറയുന്നുണ്ട്, പോസ്റ്റർ ഒട്ടിക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, പോസ്റ്റർ ഒട്ടിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ നെഞ്ചത്തൊട്ടിക്കും, എൻ്റെ മുതുകത്തൊട്ടിക്കുമെന്നാണ്. ആ രീതിയിൽ പോസ്റ്ററിനെ ആയുധമാക്കി മാറ്റിയ, പോസ്റ്റർ ഒരു സമര യുദ്ധമാക്കി മാറ്റിയ ഏറ്റവും ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് എം.ആർ. രാധാകൃഷ്ണൻ. എം.ആർ. രാധാകൃഷ്ണന് മാത്രമാണ് കഴിവ്. അത് മാത്രമല്ല കഴിവ്, മുദ്രാവാക്യം വിളിക്കാൻ ആളില്ലാത്തടത്ത് എം.ആർ. രാധാകൃഷ്ണൻ ഏറ്റവും മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കും. സംസാരിക്കാൻ ആളില്ലാത്തടത്ത് എം.ആർ. രാധാകൃഷ്ണൻ മറ്റാരെങ്കിലും വരുന്നതുവരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ രീതിയിൽ എന്താണ് ഒരു തൊഴിലാളിക്ക് ആവശ്യം, എന്താണോ ഒരു സംഘടനയ്ക്ക് ആവശ്യം, അത് ആ രീതിയിൽ സംഘടനയ്ക്ക് നൽകുന്ന ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളിൽ, അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘടന ഈ റിട്ടയർമെന്റ് ഈ രീതിയിലാകേണ്ടതല്ലായിരുന്നു. നിറഞ്ഞ സദസ്സിൽ വലിയൊരു നേതാവായിട്ട് റിട്ടയർ ആകേണ്ട ആള് തൻ്റെ സേവനങ്ങൾ മുഴുവൻ വളരെ പരിമിതികളിൽ ചുരുക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എം.ആർ. രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളില്ല. എവിടെ അഖിലേന്ത്യാ സമ്മേളനങ്ങൾ നടന്നാലും അവിടെ പോയി ആ ഭാഷയിൽ, അതറിയാവുന്നതാണെങ്കിലും അറിയാവുന്നതല്ലെങ്കിലും ആ ഭാഷയിൽ സംസാരിച്ച വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് ഒരുപക്ഷെ ALRCയിലെ മറ്റേതൊരു നേതാവിനേക്കാളും, എത്ര വലിയ നേതാവിനേക്കാളും അദ്ദേഹത്തിന് അവകാശപ്പെടാനാവുന്ന ഒരു കഴിവുണ്ട്. ഇത്രയധികം കുടുംബങ്ങളെ പരിചയമുള്ള മറ്റൊരു വ്യക്തി ALRCയിലില്ല. ഏത് കുടുംബത്തെയും പരിചയമുള്ള, ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ആ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവർ യാത്രയ്ക്ക് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടതെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായില്ല, അതെനിക്കറിയാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂരാണ്. എന്താണ് ഇനിയുള്ള എം.ആർ. രാധാകൃഷ്ണന്റെ ജീവിതം? ഓരോ തൃശ്ശൂർ പൂരങ്ങളിലും തൻ്റെ റെയിൽവേ സുഹൃത്തുക്കളെ, അദ്ദേഹം സർവീസിൽ കയറിയ കാര്യം പോലെ ഓരോ റെയിൽവേ സുഹൃത്തുക്കളെയും തന്നെ തൃശ്ശൂർ പൂരത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കാറുണ്ട്. ചിലരൊക്കെ ചെല്ലും, ചിലരൊക്കെ ചെല്ലില്ല. അദ്ദേഹം ക്ഷണിച്ചു വരുമെന്നുള്ള ഉറപ്പുള്ളവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീജയും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് അത് കുട്ടിക്കൃഷ്ണ മാരാരിൽ തുടങ്ങുന്ന തൃശ്ശൂരിൻ്റെ സാഹിത്യ ജീവിതം, അച്യുതമേനോനിൽ തുടങ്ങുന്ന തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ജീവിതം, യൂസഫ് അലി കേച്ചേരിയിലും ജോൺസൺ മാഷിൽ തുടങ്ങുന്ന തൃശ്ശൂരിൻ്റെ സംഗീത ജീവിതം, കലാലോകം, ഒപ്പം തന്നെ പേരുകേട്ട പ്രശസ്തരായ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ വാദ്യ ലോകം, ഈ ലോകത്തിലേക്കാണ് എം.ആർ. രാധാകൃഷ്ണൻ പോകുന്നത്. അതായത് നിറഞ്ഞൊരു ജീവിതം വരും കാലങ്ങളിലാണ്. ഇവരെല്ലാം പ്രശസ്തരായത്, കുട്ടിക്കൃഷ്ണ മാരാർ പ്രശസ്തരായത്, അച്യുതമേനോൻ പ്രശസ്തനായത്, മട്ടന്നൂർ ശങ്കരൻകുട്ടി പ്രശസ്തനായത്, മുനിശ്ശേരി ചന്ദ്രൻ പ്രശസ്തനായത്, IM വിജയം പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് റിട്ടയർമെന്റിന്റെ സമയത്താണ്. അതായത് സർക്കിൾ ഇൻസ്പെക്ടറായി റിട്ടയറായത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്പുഷ്ടമായ, നിറഞ്ഞു തുളുമ്പുന്ന ഒരു ജീവിതമാണ് എം.ആർ. രാധാകൃഷ്ണന്റെ പിന്നിലുള്ളത്. ആ എം.ആർ. രാധാകൃഷ്ണൻ ആ ജീവിതത്തെയും ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടെ
നിറഞ്ഞ ആവേശത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് അഭിമാനമായി തോർക്കാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് എം.ആർ. രാധാകൃഷ്ണന്റെ വരുംകാല ജീവിതവും മാറുവാനായിട്ടുള്ള ആഗ്രഹം, ആശംസകളല്ല, ആഗ്രഹം പരസ്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കൾ സംഘടനയ്ക്ക് നൽകിയ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ അക്കാലങ്ങൾ നൽകിയ പിന്തുണ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താങ്കൾ കാണിച്ച താല്പര്യം, ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഡിവിഷൻ കമ്മിറ്റിയോട് താങ്കൾ കാണിച്ചിട്ടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം ആത്മാവിലെ അഭിമാനത്തോടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഓർക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എം.ആർ. രാധാകൃഷ്ണൻ ജിജിക്കും നന്ദി പറയുന്നു. തുടർ ജീവിതത്തിലും താങ്കളുടെ പേരുകൾ കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുകയും ശ്രീ പ്രസാദിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല, വളരെ കുറഞ്ഞ നിമിഷങ്ങളിലെ ബന്ധം മാത്രമാണ്. ഒരു പുഞ്ചിന് മാത്രമേ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. ആ പുഞ്ചിന് മാത്രമാണ് ഞാൻ പ്രസാദിന് സമ്മാനിക്കുന്നത്. ആശംസകളുടെ നന്ദി. ബ്രാഞ്ചിന് വേണ്ടി
ഷണ്ണി ബ്ലോക്ക് ഓഫ്